ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അൻസു സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. സ്ഥലം ഞാൻ പറയുന്നത് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ? അതേ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് വട്ടവടയിലാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതിന് മുന്നേ നമ്മൾ നമ്മുടെ പേരും അതുപോലെ തന്നെ വണ്ടി നമ്പറൊക്കെ അവിടെ എഴുതി കൊടുക്കേണ്ടതുണ്ട്. എന്നാലും അവർ നമ്മൾ ഉള്ളിലേക്ക് കടത്തി വിടുള്ളൂ. അപ്പം അതൊക്കെ എഴുതി കൊടുത്ത് നമ്മളിതാ വട്ടവടയുടെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വൈകുന്നേരം 6 മണിക്ക് മുന്നേ നമ്മൾ തിരിച്ചിറങ്ങി വന്നെന്ന് ഒരു പ്രത്യേകം പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ 5 കിലോമീറ്റർ കഴിഞ്ഞതിന് ശേഷമേ വണ്ടി നിർത്താവുള്ളൂ എന്നൊരു പ്രത്യേകം പറയുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഇതിൻ്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ പല മൃഗങ്ങളും ഇങ്ങനെ പുറത്ത് റോഡ് സൈഡിൽ ഇറങ്ങി വന്ന് നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കും അവരങ്ങനെ പറയുന്നത്. ഇപ്പോൾ ഇത് കണ്ടോ, നീ ഒരു സിംഹാലങ്കുരങ്ങ കേട്ടോ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിലൂടെ കടന്നു പോകുന്നത് നിങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് സൈഡിൽ നോക്കിയാൽ കാണാൻ കുറേ കാട്ടുപോത്തൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ മൃഗങ്ങൾ എപ്പോഴും ഇതിൻ്റെ സൈഡിൽ കൂടെ ഇറങ്ങി നിൽക്കും കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് വണ്ടി നിർത്തരുത്, ഒരു 5 കിലോമീറ്ററിന് ശേഷമേ വണ്ടി നിർത്താവുള്ളൂ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടാണ് കേട്ടോ അവർ ഉള്ളിലോട്ട് വിടുന്നത്. പിന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഭയങ്കര രസമാണ് കേട്ടോ ഈ ഒരു മരങ്ങൾക്കിടയിലൂടെയുള്ള ഈ ഒരു യാത്ര എന്ന് പറയുന്നത്. ഭയങ്കര ഭംഗിയാണ് ഈ യൂക്കാലി മരങ്ങൾക്കിടയിലൂടെ യാത്ര, ഭയങ്കര രസമാണ് കാണാൻ. അതുപോലെ തന്നെ റോഡ് സൈഡിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും വിൽക്കുന്ന കടകളും, അതുപോലെ തന്നെ ഇവിടെ തന്നെ ഇവർ ഉണ്ടാക്കിയെടുക്കുന്ന ജാമുകളൊക്കെ വിൽക്കുന്ന കടകളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ ഒരു ജീപ്പിൽ കുറച്ച് കുട്ടികൾ പോകുന്നത്. അപ്പോൾ ഇവിടെയുള്ള സ്കൂൾ വിട്ടിട്ട് കുട്ടികൾ വീട്ടിൽ പോകുന്നതാണ് കേട്ടോ ആ കാണുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വാഹനം എന്ന് പറഞ്ഞാൽ ജീപ്പ് തന്നെയാണ് കേട്ടോ. ഇവിടെയുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വാഹനം ജീപ്പ് തന്നെയാണ്. അപ്പം ഇവിടുത്തെ ആ ഒരു റോഡിന് പറ്റിയ വാഹനം അത് തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മൾ അവിടെ എത്തി ഒരു ചായയൊക്കെ കുടിച്ചു. പുറത്ത് നല്ല മഴയുമായിരുന്നു കേട്ടോ. ആ മഴയൊക്കെ ആസ്വദിച്ച് അവിടെ ഇരുന്ന് ആ ബ്രെഡ് ഓംലെറ്റ് കഴിക്കാൻ പൊള്ളിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വിസിറ്റ് ചെയ്തത് ഈ വട്ടവടയിലുള്ള ഈ ഒരു ഹണി മ്യൂസിയം ആണ് കേട്ടോ. അപ്പോൾ 23 ടൈപ്പിലുള്ള തേനീച്ചകളെയും അതിൻ്റെ തേനൊക്കെ കാണാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാട്ടോ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയത്. അതുപോലെ ഒരാൾക്ക് വരുന്ന ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് 50 രൂപയാണ് കേട്ടോ. ഞങ്ങളങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറി. അപ്പോൾ കയറിയപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഗൈഡ് നമുക്ക് തേനീച്ചകളെക്കുറിച്ചൊക്കെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ തേനീച്ചക്കൂട്ടിൽ 3 ടൈപ്സ് തേനീച്ചകളാണുള്ളത്. ഫീമെയിൽ ബീസ്, മെയിൽ, ട്വിൻ ബി. ഫീമെയിൽ ആണ് തേനും പൂമ്പൊടിയൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുവരുന്നതും ഈ കൂട് നിർമ്മിക്കുന്നതൊക്കെ. ഫീമെയിൽ കൊണ്ടുവരുന്ന തേനും പൂമ്പൊടിയൊക്കെ കഴിച്ചു തീർക്കലാണ് മെയിലിന്റെ പണി. ഈ കൂട്ടിലെ മടിയനാണ്. റാണിയുമായിട്ട് മീറ്റ് ചെയ്യുന്നതോടുകൂടി ഡെത്ത് ആകുകയാണ് ചെയ്യുന്നത്. ക്യൂൻ ബിക്ക് ഒരു ദിവസം 2000 എഗ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവണം. ഇല്ലാന്ന് ഈ ഫീമെയിലിന് തോന്നുവാണെങ്കിൽ അവർ തന്നെ ക്യൂനെ കൊന്നിട്ട് വേറെ ക്യൂനെ അവർ സെലക്ട് ചെയ്യും. അവരെങ്ങനെ ക്യൂനെ സെലക്ട് ചെയ്യുന്ന വെച്ചാൽ 1 തൊട്ട് 15 ദിവസം മാത്രം പ്രായമുള്ള ഫീമെയിൽ ബീസിന്റെ അവരുടെ കൊമ്പുകളിൽ നിന്ന് വരുന്ന ഒരു ദ്രാവകമാണ് റോയൽ ജെല്ല്. ആ ജെല്ല് നല്ല സ്ട്രോങ് ആയ ഒരു സെല്ല് നോക്കിയാണ് അത് ഫീഡ് ചെയ്ത് 16 ദിവസം ആകുമ്പോൾ ഓൾറെഡി അതിൽ നിന്ന് ഒരു എഗ് പ്രൊഡ്യൂസ് ആകും. അതിൽ നിന്നാണ് അവർ ക്യൂനെ സെലക്ട് ചെയ്യുന്നത്. ആ റോയൽ ജെല്ലാണ് റാണി തേനീച്ചയുടെ മെയിൻ ഫുഡ്. അത് കഴിക്കുന്നതുകൊണ്ടാണ് 5 വർഷം ജീവിച്ചിരിക്കുന്നതും മറ്റ് തേനീച്ചകളെക്കാളും വലിപ്പം കൂടുതലായിരിക്കും റാണി തേനീച്ചയ്ക്ക്. ആ റോയൽ ജെല്ല് നമ്മളും കഴിക്കാം. നമ്മൾ കഴിക്കുന്നതുകൊണ്ട് നമുക്ക് ആരോഗ്യം, സൗന്ദര്യം, യുവത്വം നിലനിർത്താനായിട്ടും ആന്റി ഏജിംഗ് ആണ്, ബ്രെയിനിനൊക്കെ നല്ലതാണ്. ഒത്തിരി മെഡിസിൻ എടുക്കുന്നവർക്കൊക്കെ നല്ലതാണ്. മോത്തി ചുളിവൊക്കെ മാറാനായിട്ട് നല്ലതാണ്. ഇവർ രണ്ടുപേരും ലൈഫ് ലോങ് എന്ന് പറഞ്ഞാൽ 2 മാസം, ഫീമെയിൽ ആയാലും മെയിൽ ആയാലും. പിന്നെ തേനീച്ച നമ്മുടെ അടുത്ത് വരുമ്പോൾ നോസി സൗണ്ട് കേൾക്കുന്നില്ലേ, അത് ഒരു ദിവസം 1 മിനിറ്റിൽ 11,400 തവണയാണ് അവരുടെ വിൽസ് വെച്ച് അവർ അടിക്കുന്നത്. ഇവരുടെ കമ്മ്യൂണിക്കേറ്റ് മെത്തേഡ് എന്ന് വെച്ചാൽ 2 ടൈപ്സ് ഡാൻസ് മെത്തേഡ്. പൂക്കളിന്റെ അടുത്ത് തേനുണ്ടെങ്കിൽ റൗണ്ട് ഷേപ്പിലായിരിക്കും ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഒത്തിരി ദൂരെയാണെങ്കിൽ ബാബുൾ ഷേപ്പ്, 8 ഷേപ്പിലായിരിക്കും ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. നമ്മൾ എപ്പോഴും അറ്റാക്ക് ചെയ്യുന്നത് ഫീമെയിൽ ആയിരിക്കും. ഫീമെയിൽ നമ്മൾ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫീമെയിൽ ഡെത്ത് ആകുകയാണ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു. പിന്നെ അവർ നമ്മളെ തേനീച്ചകളെ കുറിച്ചൊക്കെയുള്ള ഒരു വീഡിയോ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളിതാ ഈ കാണുന്ന റൂമിൻ്റെ ഉള്ളിലോട്ടാണ് കേട്ടോ കയറിയത്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ ഫോൺ അലൗഡ് അല്ല, ക്യാമറ അലൗഡ് അല്ല. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കാഴ്ചകളൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ 23 തേനീച്ചകളെ കാണാൻ പറ്റിയില്ലെങ്കിലും തേൻ കാണുകയും ടേസ്റ്റ് ചെയ്യുകയും ചെയ്തു കേട്ടോ നമ്മൾ. പിന്നെ അവിടെ നിന്ന് പുറത്തിറങ്ങി നമ്മളിതാ ഈ ചെടികളൊക്കെ ഇരിക്കുന്ന കടയിൽ ജസ്റ്റ് ഒന്ന് കയറി കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇനി നമ്മൾ വട്ടവടയിൽ മെയിനായിട്ടുള്ള ഒരു സ്പോട്ടിലോട്ടാണ് കേട്ടോ പോകുന്നത്. സ്പോട്ട് വേറെ ഏതുമല്ല, സ്ട്രോബെറി ഫാമാണ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് ഈ വില്ലേജിലോട്ട് കയറി കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും സ്ട്രോബെറി ഫാമാട്ടോ നമുക്ക് കാണുന്നത്. അപ്പോൾ നമ്മളങ്ങനെ അടുത്തുള്ള ഒരു സ്ട്രോബെറി ഫാമിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ അത്ര വലിയൊരു സ്ട്രോബെറി ഫാമൊന്നുമല്ല, ഒരു ചെറിയ ഫാമാണ് കേട്ടോ. സ്ട്രോബെറീസ് മാത്രമല്ല, പലതരത്തിലുള്ള ഫ്രൂട്ട്സ്, ഫ്ലവേഴ്സ്, അതുപോലെ വെജിറ്റബിൾസ് ഒക്കെ ഇവരിവിടെ കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം നമുക്ക് ഇവിടുന്ന് ഫ്രഷ് ആയിട്ട് വാങ്ങിക്കാനും പറ്റും കേട്ടോ. അതുപോലെ തന്നെ സ്ട്രോബെറിയുടെ ജാമുകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. എല്ലാം നമുക്ക് ഫ്രഷ് ആയിട്ട് ഇവിടെ നിന്ന് തന്നെ വാങ്ങിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മറ്റൊരു സ്ട്രോബെറി ഫാമാണ് കേട്ടോ. അപ്പോൾ ഇവിടെയുള്ള ഫാമൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ വിസിറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അതവിടെ പ്രത്യേകം അവർ എഴുതി വയ്ക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ.
അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ ഉണ്ട്. നമ്മൾ നെക്സ്റ്റ് സ്ട്രോബെറി ഫാമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ സ്ട്രോബെറീസ് മാത്രമല്ല ധാരാളം ഫ്ലവേഴ്സും അവർ കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഗ്രാമത്തിലെ കാഴ്ചകളൊക്കെ ഉണ്ട്, ഇങ്ങനെ നടക്കാൻ ഒരു പ്രത്യേക രസമായിരുന്നു കേട്ടോ. അപ്പോൾ സ്ട്രോബെറീസിൻ്റെയൊക്കെ ഒരു വിളവെടുപ്പ് കഴിഞ്ഞൊരു ടൈമിലായിട്ടോ നമ്മളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സ്ട്രോബെറീസിൻ്റെ ആ ഒരു പൂർണ്ണമായിട്ടുള്ള ആ ഒരു ഭംഗി നമുക്ക് മൊത്തത്തിൽ കണ്ട് ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം സ്ട്രോബെറീസ് കാണാൻ പറ്റും, പക്ഷെ നമുക്ക് ഒത്തിരി ഒന്നും കൊലച്ചിങ്ങനെ നിൽക്കുന്ന കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ സൺഫ്ലവറും വെന്തിപ്പൂവും ഒക്കെ നമുക്കിവിടെ കൃഷി ചെയ്തേക്കുന്നത് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒത്തിരി റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റേ ചെയ്യേണ്ടവർക്ക് സ്റ്റേ ചെയ്യാവുന്നതുമാണ് കേട്ടോ ഇവിടെ. അപ്പോൾ നമ്മളങ്ങനെ ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും ഫ്ലവേഴ്സിൻ്റെയൊക്കെ ഫാം വിസിറ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വട്ടവടയിലുള്ള ഒരു വ്യൂ പോയിൻ്റ് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ ഇവിടെ വന്ന് നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു വട്ടവട വില്ലേജ് നമുക്ക് മുഴുവനായിട്ടും കാണാൻ പറ്റും കേട്ടോ. ഭയങ്കര രസമാണ് ഇവിടെ നിന്നുള്ള ആ ഒരു വ്യൂവും, അതുപോലെ തന്നെ കാണാനും ഭയങ്കര ഭംഗിയാണ്. പിന്നെ നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നേരെ തിരിച്ചു കേട്ടോ. അപ്പോൾ വീണ്ടും നമ്മൾ ആ യൂക്കാലി മരങ്ങൾക്കിടയിലൂടെയുള്ള ആ യാത്രയിലേക്ക് വന്നിരിക്കുകയാണ്. ഭയങ്കര രസമാണ് കേട്ടോ ഈ ഒരു റോഡും ആ ഒരു മരങ്ങളങ്ങനെ നിൽക്കുന്നതൊക്കെ കാണാൻ. അത് ശേഷമാണ് ഈ കാണുന്ന ഒരു പുൽമേട്ടിലോട്ട് വരുന്നത്. ഇവിടെ കുറേ കുരങ്ങന്മാരും അതുപോലെ തന്നെ പലതരത്തിലുള്ള മൃഗങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നത് നമുക്ക് കാണാം കേട്ടോ ഈ ഒരു യാത്രയിൽ. അപ്പം അങ്ങനെ കറക്റ്റ് 6 മണിയായപ്പോൾ നമ്മളത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം മൂന്നാർ വരുന്നവർ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസാണ് കേട്ടോ നമ്മുടെ ഈ വട്ടവട. ശരിക്കും പറഞ്ഞാൽ വട്ടവട മാത്രം ഒരു ദിവസം എക്സ്പ്ലോർ ചെയ്യാനുള്ള കാഴ്ചകളുണ്ട്. അപ്പോൾ നമ്മൾ മൂന്നാറിൻ്റെ ഒരു വീഡിയോ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടിട്ട് ഇത് കാണുക കേട്ടോ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ബൈ.